നാളെ എറണാകുളത്ത് വെച്ചൊരു സിനിമയുടെ ഓഡീഷൻ ഉണ്ട്. ടിനു പാപ്പച്ചന്റെ പടമാണ്. കിട്ടിയാലെ കാണാം. പക്ഷെ എറണാകുളം വരെ ട്രെയിനിൽ പോകണമെങ്കിൽ അങ്ങോട്ട് 65, ഇങ്ങോട്ട് 65, 130. ബാക്കി 20 രൂപയ്ക്ക് ഒരു സിഗരറ്റ് മേടിച്ച് ഒരു ഫ്രൂട്ടിയും കുടിക്കാം. പക്ഷെ 150 രൂപ എവിടെ നിന്ന് ഒപ്പിക്കും? കള്ളവണ്ടി കയറിയാലോ? വേണ്ട, 5000 രൂപ പെറ്റി വരും. പിന്നെ ആ 5000 ഒപ്പിക്കാനേ വല്ല മാലയും പറിക്കാൻ പോണ്ടി വരും. അത് വേണം. എന്നാലും ഒരു 150 രൂപ മറിക്കാൻ ആരെ വിളിക്കും? ആ കവട്ടേകലിനെ വിളിക്കാം. അവനാകുമ്പോ വീടും കുത്തിയിടും. പറഞ്ഞേ എന്താടാ പൊന്നല്ലടാ. പറടാ, എന്താ മിണ്ടായിരിക്കുന്നേ? മറ്റേ ഒരു കോള് വരുന്നടാ. നിയാസ് വിളിക്കും. ഇങ്ങനെ ഒരു തൊഴിലുമില്ല. ഞാൻ വിളിക്കാം. ഹലോ, അത് നീ എവിടാ? വീട്ടിലാ. ഓഹ്, നാളെ എനിക്ക് എറണാകുളത്ത് വെച്ചൊരു ഓഡിഷൻ ഉണ്ടടാ. ടിനു പാപ്പച്ചന്റെ പടമാ. എൻ്റെ ഒരു 150 രൂപ മറിക്കാൻ കാണുമോ? വളരെ അത്യാവശ്യം. നീ ഇട്ട് തന്നാൽ വളരെ ഉപകാരമായിരിക്കും. ഓഹ്, വളരെ മോശം അവസ്ഥയാണ് എൻ്റെ. ഇട്ടേക്കുന്ന ജെട്ടി വരെ നരച്ചു പോയി. അതൊന്ന് മാറ്റി വാങ്ങിക്കാൻ എന്നെ കൊണ്ട് ഇതിരെ പറ്റിയിട്ടില്ല. പടിഞ്ഞാറ്റയിലെ മൂപ്പുരാന് പോലും ഇല്ല ഇത്രയും നേരം. നീ ഉണ്ടെങ്കിൽ ഒന്ന് ഇട്ട് എന്നെ. ഞാനിപ്പോ ഇവിടെ നിന്ന് മറി. എനിക്ക് വർക്കിന്റെ പൈസ അരുണ് തരാനുണ്ടടാ. എന്റെ കയ്യിലില്ല. നീ ഉണ്ടെങ്കിൽ ഒന്ന് ഇട്ട് എന്നെ കൊണ്ട് പറ്റും. ശരി, ഞാൻ വെക്കുവാ. ശരി, ഓക്കെ. ഹലോ, വളരെ മോശം അവസ്ഥയാണ് എൻ്റെ. ഇട്ടേക്കുന്ന ജെട്ടി വരെ നരച്ചു പോയി. അതൊന്ന് മാറ്റി വാങ്ങിക്കാൻ എന്നെ കൊണ്ട് ഇതിരെ പറ്റിയിട്ടില്ല. കറങ്ങി നടക്കാം ചാലക്കയിലെ കല്യാണം. ഓക്കെ. ഓഹോ.